ഈ പുഴയും കടന്നിലണമെങ്കിൽ നമ്മുടെ കാവേരി ജയബാലൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് ചെല്ലുന്നൊരു കാഴ്ച. അതായത് നമ്മുടെ ജയബാലൻ്റെ മകനാണെങ്കിൽ നമ്മുടെ യമുനയെ ഓരോ കള്ളത്തരം പറഞ്ഞ് തൻ്റെ വരുതിയിലാക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതേ സമയം യമുനയാണെങ്കിൽ അവൻ ജയബാലനെ പോലെയല്ല, നല്ലവനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ യമുന എന്തു ചെയ്യുന്നു, നമ്മുടെ വിശാലിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നു. പക്ഷേ വിശാൽ അവൻ്റെ അച്ഛനേക്കാളും നെറികെട്ടവനാണ് എന്ന് നമ്മുടെ യമുനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അതായത് യമുനയെ വീട്ടുതടങ്കലിലാക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. യമുനയെ ഒരു വീട്ടിൽ കൊണ്ടുപോയി അവിടെ പൂട്ടിയിടുന്ന കാഴ്ച, തൻ്റെ കാവലാൾക്കാരെ അവിടെ നിയമിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ യമുനയാണെങ്കിൽ മുറിയിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എടാ വിശാലെ, നീ അപ്പോൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേടാ എന്ന് ചോദിക്കുന്നത് കാണാം. ഇതേ സമയമാണെങ്കിൽ അതേ എന്ന് പറയുന്നതാണ് കാണാൻ സാധിക്കുക, കാണാൻ കഴിയുക. അപ്പോഴാണെങ്കിൽ നമ്മുടെ യമുന ആകെ പൊട്ടിക്കരയുന്നുണ്ട്. വിശ്വാസവഞ്ചന കാണിച്ചല്ലോ, ചതിച്ചല്ലോ എന്ന് ആലോചിച്ചാണ് പൊട്ടിക്കരയുന്നത് കേട്ടോ. ഇതിനിടയിൽ ആകെ എന്തു പറ്റുന്നു, ശാരദയ്ക്കും വീട്ടിലുള്ള മുത്തശ്ശിക്കും മകൾക്കുമൊക്കെ വളരെയധികം സങ്കടം വരുന്നൊരു കാഴ്ച. യമുന പാതിരാത്രിയായിട്ടും വീട്ടിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കാവേരിയും ഗംഗയും വരുന്നുണ്ട്. എവിടെയൊക്കെയോ അവർ പോയിരിക്കുകയായിരുന്നു. അവർ മടങ്ങി വരുന്ന ആ സമയം എന്തു പറയുന്നു, ഗംഗയോടും കാവേരിയോടും ശാരദ പറയുന്നുണ്ട്, അതായത് യമുന ഇതുവരെയും തിരികെ വന്നിട്ടില്ല, അവൾക്ക് എന്തു പറ്റിയെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കാവേരിക്കാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലും ജയബാലനാണ് എന്ന് തിരിച്ചറിയുന്ന കാവേരി വിനീതിനെയും ഗംഗയെയും കൂട്ടി ആരുടെ വീട്ടിലേക്ക്, ജയബാലൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ജയബാലൻ്റെ വീട്ടിൽ ചെന്ന് തൻ്റെ സഹോദരി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജയബാലനാണെങ്കിൽ തനിക്കറിയില്ല എന്ന് പറയുമ്പോൾ, തനിക്കറിയില്ലേടോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ജയബാലനെ തല്ലിച്ചതയ്ക്കാനായിട്ട് തുടങ്ങുകയും തൻ്റെ മകൻ വിശാൽ എവിടെയാടോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. അവൻ ഇതുവരെയും വന്നിട്ടില്ല എന്നറിയുമ്പോൾ കാവേരിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയും ജയബാലൻ്റെ വീട് തകർക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിനീതും ഗംഗയും കാവേരിയെ പിടിച്ചു മാറ്റുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ, പ്രേക്ഷകർ.